കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ 5ാം പാർട്ടിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MC എന്ന് പറയുന്ന ഒരു പെറ്റീഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 3 വട്ടം കൗൺസിലിംഗ് നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടും നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ 3 വട്ടത്തെ കൗൺസിലിംഗ് പരാജയപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം വീണ്ടും ചെക്ക് ചെയ്തപ്പോഴാണ് MC-യുടെ ഒപ്പം തന്നെ MP എന്ന് പറയുന്ന ഒരു പെറ്റീഷനും അതിൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് MP എന്ന് പറയുകയാണെങ്കിൽ ഒരു മെയിൻ്റനൻസ് പെറ്റീഷനാണ്. അതൊരു മെയിൻ്റനൻസ് കിട്ടുവാനായിട്ട് ഭാര്യ അപ്ലൈ ചെയ്യുന്ന ഒരു പെറ്റീഷനാണ് MP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ MC എന്ന് പറയുന്ന ഒരു കേസ് നമ്പർ ഉണ്ടാകും, അതുപോലെ തന്നെ MP എന്ന് പറയുന്ന കേസ് നമ്പറിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MC എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു വലിയ ഒരു സംഖ്യയെ കുറിച്ചിട്ടാണ് MC ഉണ്ടാക്കുക. അതായത് ഡിവോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കേസ് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം ലഭിക്കേണ്ട വലിയൊരു സംഖ്യയായിരിക്കും. അപ്പോൾ അതുവരെ കേസ് നടത്തുവാനായിട്ടുള്ള കോർട്ട് പ്രൊസീഡിങ്സും കോടതി ചെലവുകളും മറ്റുമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ചെലവിനുള്ള ഒരു കേസാണ് ഇത് MP എന്ന പേരിലും അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി 3 വട്ടത്തെ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർ പറയാറുണ്ട്, നിങ്ങൾക്ക് ഭാര്യനെ ഫോൺ വിളിച്ച് സംസാരിക്കൂ, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ എന്നെല്ലാം പലതരത്തിലുള്ള കൗൺസിലേഴ്സും ഇങ്ങനെ ഭർത്താക്കന്മാരോട് ഉപദേശിക്കാറുണ്ട്. ഈ ഉപദേശം കേട്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന വൈഫിനെയോ വൈഫിൻ്റെ വീട്ടുകാരെയോ ഫോൺ വിളിക്കുകയോ അവരുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ ഒരിക്കലും കൊണ്ടുപോകരുത്. കാരണം വൈഫ് നിങ്ങളുടെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്ത കാര്യം നിങ്ങൾക്കറിയാതെ നിങ്ങൾ അവരെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വധശ്രമത്തിന് നിങ്ങളുടെ പേരിൽ കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ അനാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളെ പ്രൊവോക്കേഷൻ ചെയ്തുകൊണ്ട് അവരെന്ത് പറയും, ഭാര്യയുടെ മോഡസ്റ്റി അല്ലെങ്കിൽ വീട്ടുകാരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾ കൂട്ടമായി അതിക്രമിച്ച് കയറി കൂട്ടവധശ്രമത്തിന് ശ്രമിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കേസ് വരുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും കോടതിയിൽ വെച്ച് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു കാരണവശാലും അത് വീട്ടിലേക്ക് അവരെ ഫോൺ വിളിക്കുവാനോ കോണ്ടാക്ട് ചെയ്യുവാനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ MC-യും MP-യും കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ഭർത്താവിന് തോന്നുന്ന അടുത്തൊരു ചോദ്യമാണ്, ഈ പണം നൽകാതിരിക്കുവാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ നിയമത്തിലുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് 3 പോയിന്റുകളാണ് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് നിങ്ങളൊരു കള്ള കേസാണ് കോടതിയിൽ കൊടുത്തത് എന്ന് ഭർത്താവിന് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ 0 അലവൻസ്, അതായത് ഒരു തരത്തിലുള്ള പൈസയും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കോടതി വിധിയുണ്ട്. ആ കോടതി വിധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. രണ്ടാമത് CRPC 125 അല്ലെങ്കിൽ നമ്മുടെ പുതിയ BNSS 144 പറയണത്, ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഭർത്താവിനെ തെളിയിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, യാതൊരു വിധത്തിലുള്ള ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എതിരെയുള്ള കുറ്റങ്ങളൊന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കണ്ട എന്നുള്ളത് നമ്മുടെ നിയമത്തിലുണ്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. അതായത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഹിന്ദു മതാചാരത്തിലുള്ളവർക്കാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണ് എന്നുണ്ടെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചവർക്കാണ് എന്നുണ്ടെങ്കിലും റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് അഡൾട്ടറി എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. അതായത് ഭാര്യയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡൾട്ടറി ലൈഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കണ്ട എന്നുള്ളത് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള
മറ്റ് പുരുഷന്മാരുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് BNS സെക്ഷൻ 84 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് അഡൾട്ടറിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചിലവിനെ കൊടുക്കാതെ, മീൻസ് താൽക്കാലിക ചിലവിനുള്ള തുക പോലും കൊടുക്കാതെ നമുക്ക് ഒഴിഞ്ഞ് മാറുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇൻ്ററിം മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വലിയ തുകയൊന്നും ലഭിക്കില്ല. അതായത് അവർക്ക് 3 നേരവും ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ഒരു സംഖ്യയാണ് സാധാരണ ഗതിയിൽ കൊടുക്കുക. പിന്നെ ഒരു പോയിന്റ് വിട്ടുപോയി, നമ്മൾ പറഞ്ഞല്ലോ ഈ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് എന്ന് പറയുന്നത് ചെലവിനുള്ള തുക ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, അതിന് വേറെയും ചില ഗുണങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് വരും വീഡിയോസിൽ നമുക്കത് കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഓൾറെഡി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ MC എന്താണ്, MP എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ്റനൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഏതെല്ലാം സെക്ഷൻസ് ഉപയോഗിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഈ ഭർത്താവ് ഇപ്പം എന്ത് ചെയ്തു, ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നേരെ പോയിട്ട് RCR റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് വന്നാൽ ഭർത്താവ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് RCR കോടതിയിൽ ഫയൽ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ഈ RCR ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻ്ററിം മെയിൻ്റനൻസ് തുക വിധിക്കുന്ന സമയത്ത് കോടതി ഈ ഭർത്താവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം എൻ്റെ എല്ലാ കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീർന്നു കിട്ടുന്ന സംഖ്യകളെ 25% വരെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, ഭാര്യയ്ക്കെതിരെ ഇങ്ങനെ RCR ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോടതി വെച്ച് കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ട, കുട്ടിക്ക് നമുക്ക് പൈസ കൊടുക്കാം. അപ്പോൾ ഭർത്താവിൻ്റെ വരുമാനം ചോദിച്ചപ്പോൾ വരുമാനം എത്രയാണെന്ന് പറയും. അതിൻ്റെ 25% എന്ന് പറഞ്ഞപ്പോൾ 2500 രൂപ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതി അത് തന്നെയാണ് ഇൻ്ററിം മെയിൻ്റനൻസ് ആയിട്ട് വിധിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ കൃത്യമായൊരു നിയമം കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഈ ഭർത്താവിന് 2500 രൂപ കൊടുത്താൽ മതി. നിയമങ്ങളും ഒന്നും പറയാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു കൂലിപ്പണിക്കാരന് വില 7500 രൂപയാണ് കോടതി താൽക്കാലിക ചെലവിനുള്ള തുക വിധിച്ചത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇൻ്ററിം മെയിൻ്റനൻസിനുള്ള തുക എത്രയാണ് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും, അത് നിങ്ങളുടെ വക്കീലിൻ്റെ അടുത്തോ ഒന്നല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്ററിം മെയിൻ്റനൻസ് തുക വിധിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കോടതിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പോയിന്റ്. അപ്പോൾ ആദ്യത്തെ ഒരു 3, 4, 5 ദിവസം കോടതി സെഷൻസിൽ തീർച്ചയായും നിങ്ങൾ തന്നെ കോടതിയിൽ പോയാലാണ് ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഇൻ്ററിം മെയിൻ്റനൻസ് തുക നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കുക. ചിലർ പറയാറുണ്ട് കോടതി അങ്ങനെ തുക പറഞ്ഞാലും നമുക്ക് CRPC 125 ക്ലോസ് 4 പ്രകാരം നമുക്കത് കുറയ്ക്കാമെന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷെ വീണ്ടും കേസ് നീണ്ടു പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സമയം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു U-ടേൺ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കേസ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ സെക്ഷൻസും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ MC എന്താണ്, MP എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇൻ്ററിം മെയിൻ്റനൻസ് ഒക്കെ കുറയ്ക്കേണ്ടത്, അതിന് എന്തെല്ലാം ടെക്നിക്സ് ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയുടെ അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞില്ല. കുട്ടിക്ക് ഒരു 3 വയസ്സാണ് പ്രായമുള്ളത്. അപ്പോൾ കുട്ടീനെ നമുക്ക് കാണുവാനായിട്ട് നമ്മൾ നേരിട്ട് വക്കീൽ മുഖാന്തരം അവരെ വക്കീൽ മുഖാന്തരം ചോദിച്ചപ്പോൾ കാണിച്ച് തരില്ല എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. നമ്മൾ ചിലപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് കാണുമ്പോൾ അടിയിടിയൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. അതിന് നമുക്ക് എന്തുണ്ട്, നിയമത്തിൻ്റെ ഭാഷയിൽ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ കസ്റ്റഡി നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.